സെക്രട്ടേറിയറ്റിലെ തീപിടുത്തം സംബന്ധിച്ച് പ്രതിഷേധത്തിലാണ് ബി.ജെ.പിയും കോൺഗ്രസും അടക്കമുള്ള സംഘടനകൾ. യൂത്ത് കോൺഗ്രസിൻ്റെയും യുവമോർച്ചയുടെയും പ്രതിഷേധ പരിപാടികൾ വിവിധയിടങ്ങളിൽ നടക്കുകയാണ്. നമ്മളിപ്പോൾ കാണുന്നത് തിരുവനന്തപുരത്തെ ദൃശ്യങ്ങളാണ്. SDPI ആണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി അവിടെ സംസാരിക്കുകയാണ് നേതാക്കൾ. വിവിധയിടങ്ങളിൽ യുവമോർച്ചയുടെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രവർത്തകർ കൂടെ പ്രതിഷേധ സമരങ്ങളിലാണ്. തിരുവനന്തപുരത്ത് അല്പസമയത്തിനകം യുവമോർച്ചയുടെ പ്രകടന പരിപാടി നടക്കുമെന്നാണ് അറിയുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രതിഷേധ പരിപാടികൾ ഉണ്ടാകാനിടയുണ്ട്. 12 മണിക്ക് അല്പസമയത്തിന് ശേഷം KPCC അധ്യക്ഷൻ രമേശ് ചെന്നിത്തലയുടെ വാർത്താ സമ്മേളനം നടക്കാനുണ്ട്. കണ്ണൂരിൽ നേരത്തെ ചെറിയ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. പോലീസ് പ്രവർത്തകർക്ക് നേരെ ലാത്തി ചാർജ് ചെറിയ തോതിൽ നടത്താനുള്ള കൊച്ചിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കൊച്ചിയിൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണെന്ന് വേണം മനസ്സിലാക്കാൻ. BJP നോക്കണം. അടിയടക്കും കേട്ടോ, അടിയടക്കും വലുപ്പ് തന്നെ ഇവിടെ ആയിരിക്കില്ലേ? ഇവിടെ എവിടെ ആയിരിക്കും? അടിയടക്കം ചാൻസ് ഉണ്ട്. ഓഫീസിലായിരുന്നു ഒരുപാട് പോലീസ് നടക്കണം. അടിയടക്കം
ഈ സൈഡിൽ അടിയുണ്ട് കണ്ണീർവാതമുണ്ട് ബാക്ക് വായിക്കാം അങ്ങോട്ടാണ് കേട്ടോ. ഓ തിരിച്ചത് നോക്കിയതോ മാസ്ക് മാറ്റില് മോൻ തുടങ്ങിയ ചെയ്യല്ലേ.
ഇതേപോലെ പുറകോട്ട് നല്ല ചെയ്യണം. ഇതേപോലെ പുറകോട്ട് നീങ്ങിയാലോ.
भारत माता जय बोलो भारत माता जय बोलो बीजेपी जय बोलो बीजेपी काटुगल्ला बिड़राये काटुगल्ला बिड़राये काटुगल्ला बिड़राये काटुगल्ला बिड़राये ഒത്തുകളിച്ചോ സൂക്ഷിച്ചോ ഒത്തുകളിച്ചോ സൂക്ഷിച്ചോ ഒത്തുകളിച്ചോ സൂക്ഷിച്ചോ ഒത്തുകളിച്ചോ സൂക്ഷിച്ചോ ജയ് ബോലോ ഭാരത് മാതാ ജയ് ബോലോ ഭാരത് മാതാ ജയ് ബോലോ ബിജെപി ജയ് ബോലോ ബിജെപി കാക്കിക്കുള്ളിൽ പോലീസ് എങ്കിൽ നിയമങ്ങൾ പാലിക്കും കാക്കിക്കുള്ളിൽ പോലീസ് എങ്കിൽ നിയമങ്ങൾ പാലിക്കും കാക്കിക്കുള്ളിൽ പിണറായി എങ്കിൽ പോടാ ബുലെ പോലീസ് जय बोलो भारत माता जय बोलो बीजेपी जय बोलो भारत माता जय बोलो बीजेपी काटुगल्ला കേരള നാടിനെ കൊള്ളയടിക്കും ഫയലുകളെല്ലാം കത്തിച്ചില്ലേ ഇതിന്റെ പേരോ ഫ്രണ്ടിൽ എല്ലാ പ്രവർത്തകരും ചേട്ടാ കുറച്ച് പുറകോട്ട് ചെയ്യണം. എല്ലാ പ്രവർത്തകരും ഈ പുറകുവശത്ത് നിൽക്കുന്നവർ നേരെ മുൻവശത്തേക്ക് വരേണ്ടതാണ്. ഈ സെക്രട്ടേറിയറ്റിന്റെ നമ്മുടെ ഈ
സംസ്ഥാന നേതാക്കന്മാർ നിൽക്കുന്നതിന്റെ പുറകുവശത്ത് നിൽക്കുന്ന മുഴുവൻ പ്രവർത്തകരും മാറി മുൻവശത്തേക്ക് വരേണ്ടതാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം നടക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. സെക്രട്ടറി ശ്രീ കരമന ജയൻ, സി ശിവൻകുട്ടി, എസ് സുരേഷ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സുധീർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ പി ടി രമ, അതുപോലെ തന്നെ പാർട്ടിയുടെ ജില്ലാ ഉപാധ്യക്ഷൻ ശ്രീ കരമന അജിത്ത്, മേഖലാ ഉപാധ്യക്ഷൻ ശ്രീ കല്യാൺ വിജയകുമാർ, യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ പ്രഫുൽ കൃഷ്ണ, നിരവധി നേതാക്കന്മാർ, നിരവധി ചുമതല വഹിക്കുന്ന നേതാക്കന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട ശ്രീ പോങ്ങമൂട് വിക്രൻ, പാർട്ടിയുടെ സംസ്ഥാന കൌൺസിൽ അംഗം, തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൌൺസിലർമാർ, എല്ലാ സുഹൃത്തുക്കൾക്കും മാധ്യമപ്രവർത്തകർക്കും നമസ്കാരം. വളരെ അപ്രതീക്ഷിതമായ ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ ഇന്നിവിടെ എത്തേണ്ടി വന്നത്. കഴിഞ്ഞ 3-4 മാസമായി കോവിഡ് പ്രോട്ടോകോളിന്റെ പ്രശ്നം കാരണം നമ്മളൊക്കെ തന്നെ വളരെ പരിമിതമായ സംഖ്യ വെച്ചാണ് സമരം ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നും ഇത്തരത്തിലൊരു പ്രതിഷേധ സമരത്തിന് ഇന്നലെ ആഹ്വാനം ചെയ്തപ്പോൾ പാർട്ടി പ്രവർത്തകരോട് പറഞ്ഞിരുന്നു, കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചു തന്നെയാണ് ഈ സമരത്തിന് വരേണ്ടത്. പക്ഷേ നമ്മുടെ ഭരണസിരാകേന്ദ്രത്തിന് തന്നെ തീപിടിപ്പിച്ചുകൊണ്ട് ഭരണാധികാരികൾ എല്ലാ അന്വേഷണവും തകിടം മറിക്കുവാൻ വേണ്ടി ഒരു നീക്കം നടത്തിയപ്പോൾ എല്ലാ വിലക്കുകളെയും ലംഘിച്ചുകൊണ്ട് കേരളത്തിന്റെ തിരുവനന്തപുരം ജില്ലയുടെ ഗ്രാമാന്തരങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് പേർ ഒഴുകി ഇറങ്ങുകയായിരുന്നു ഇന്നലെ വൈകുന്നേരം 4 മണി മുതൽ ഈ സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക്. സുഹൃത്തുക്കളെ, 4:45 തീപിടിച്ചു. 4:50 ഞങ്ങൾ अभ्यासो
പ്രതിഷേധം പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് അഴിമതി വിജയ പിണറായി അഴിമതി വിജയ പിണറായി സംസ്ഥാന വ്യാപകമായി പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം തുടരുകയാണ്. വിവിധയിടങ്ങളിൽ പ്രതിഷേധത്തിൽ സംഘർഷമുണ്ടായി. ഇപ്പോൾ തിരുവനന്തപുരത്തെയും കൊച്ചിയിലെയും ദൃശ്യങ്ങളാണ് കാണുന്നത്. അങ്ങോട്ടാണ് തിരിച്ചു നോക്കിയതോ മാസ്ക് മാറ്റില്ല മോൻ തുടങ്ങിയ ചെയ്യല്ലേ
തിരുവനന്തപുരത്ത് പ്രതിഷേധം ശക്തമാവുന്നു. അനു വി എസ് ചേരുന്നുണ്ട്. അനു, എന്താണ് ഇപ്പോൾ BJP യുവമോർച്ച പ്രവർത്തകരൊക്കെ പ്രതിഷേധിക്കുകയായിരുന്നു. പോലീസ് എങ്ങനെയാണ് നേരിടുന്നത്? വിവരങ്ങൾ. സെക്രട്ടേറിയറ്റിന്റെ സമരഗേറ്റിലേക്ക് പ്രതിഷേധ പ്രകടനവുമായി എത്തിയത് ഇപ്പോൾ മുതിർന്ന നേതാവ് PK കൃഷ്ണ സംസാരിക്കുകയാണ്. നേരത്തെ യുവമോർച്ച നടത്തിയ മാർച്ചിനെതിരെ പോലീസ് ജലപീരങ്കിയും ഗ്രനേഡും പ്രയോഗിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നു. പ്രവർത്തകർ കൂട്ടത്തോടെ പോലീസിന്റെ ബാരിക്കേഡുകൾ തകർക്കാൻ ശ്രമിച്ചപ്പോഴാണ് പോലീസ് ജലപീരങ്കിയും തുടർന്ന് ഗ്രനേഡും പ്രയോഗിച്ചത്. ഏതായാലും സ്ഥലത്ത് ഇപ്പോൾ ശക്തമായ പോലീസ് സുരക്ഷയിൽ തന്നെയാണ് തിരുവനന്തപുരം ജില്ലയുടെ സെക്രട്ടേറിയറ്റ് ഭാഗം ഉള്ളത്. രാവിലെ ആദ്യമായി പ്രതിഷേധവുമായി എത്തിയത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം മഹിളാ കോൺഗ്രസ് എത്തുകയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിക്കുകയും ചെയ്തു. തുടർന്ന് SDPI പ്രവർത്തകർ മാർച്ചുമായി എത്തി. അവരും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിച്ചു. തുടർന്നാണ് യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധവുമായി സെക്രട്ടേറിയറ്റിലേക്ക് വന്നത്. ഇവർ കന്റോൺമെന്റ് ഗേറ്റിലേക്ക് പോകുന്ന വഴിയിലെ ബാരിക്കേഡുകൾ തകർക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. ഏതാണ്ട് 6 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. അതിനുശേഷവും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകാതെ ബാരിക്കേഡുകൾ തകർക്കാൻ ശ്രമിച്ചപ്പോഴാണ് പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചത്. തുടർന്ന് പ്രവർത്തകർ പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിനിടെയാണ് BJP ജില്ലാ പ്രസിഡന്റ് PV രാജേഷ്, JR പത്മകുമാർ, ശ്രീ ശിവൻകുട്ടി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ BJPയുടെ പ്രതിഷേധ മാർച്ച് സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയത്. ഇപ്പോൾ നേതാക്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ സെക്രട്ടേറിയറ്റിലുണ്ടായ തീപിടുത്തം ആസൂത്രിതമാണ്. ഇത് കൃത്യമായ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ്. ഇതിന് പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് വ്യക്തമായ പങ്കുണ്ട് എന്നിവയാണ് പ്രതിഷേധക്കാരുടെ പ്രധാനപ്പെട്ട ആരോപണം. മാത്രമല്ല, സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് സുപ്രധാന രേഖകൾ നശിപ്പിച്ചു എന്നും പ്രവർത്തകർ ആരോപിക്കുന്നു. ശരി അനു, തിരിച്ചു വരാം. ഇപ്പോൾ കൊച്ചിയിലും പ്രതിഷേധം നടക്കുകയാണ്. ശ്രീനാഥ് ചേരുന്നുണ്ട്. ശ്രീനാഥ്, നേരത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങൾ കണ്ടിരുന്നു. എന്താണ് കൊച്ചിയിൽ നടക്കുന്നത്? കൊച്ചിയിലെ പ്രതിഷേധ സമരങ്ങൾ അവസാനിച്ചിരിക്കുന്നു. ആദ്യം BJP പ്രവർത്തകരും അതിനുശേഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമാണ് പ്രതിഷേധവുമായി എത്തിയത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ സമരത്തിന് ശേഷം ബാരിക്കേഡിന് സൈഡിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചപ്പോൾ പോലീസുമായി ബലപ്രയോഗവും ചെറിയ രീതിയിലുള്ള ലാത്തി ചാർജ് ഉണ്ടായി. അതിനുശേഷം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുമ്പോൾ പ്രവർത്തകർ പോലീസുമായി ബലപ്രയോഗം നടത്തുന്നത് കാണാമായിരുന്നു. അതിനുശേഷം മുഴുവൻ പ്രവർത്തകരെയും ഇപ്പോൾ സ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കി കഴിഞ്ഞിരിക്കുന്നു. അതിനു മുമ്പ് BJP നേതാക്കളുടെ പ്രതിഷേധമുണ്ടായിരുന്നു. BJP പ്രവർത്തകരുടെ പ്രതിഷേധവും സമാധാനപരമായിരുന്നു. അത് പ്രത്യേകിച്ച് പോലീസുമായി വലിയ വാക്കുതർക്കത്തിനോ സമരത്തിനോ ഒന്നും അവർ പോയില്ല. അവരുടെ പ്രതിഷേധ സമരത്തിന് ശേഷം അവരെ ബലം പ്രയോഗിച്ച് തന്നെ പോലീസ് നീക്കം ചെയ്യുകയും ചെയ്തു. ശരി, നന്ദി ശ്രീനാഥ്. കണ്ണൂരിലും പ്രതിഷേധം നടക്കുകയാണ്. മനു ഭരത് ചേരുന്നുണ്ട്. മനു, എന്താണ് സ്ഥിതി? യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് നടക്കുന്നത്. നേരത്തെ അല്പസമയം മുമ്പ് BJPയുടെ പ്രതിഷേധം കണ്ണൂരിൽ നടന്നിരുന്നു. BJP പ്രവർത്തകർ കലക്ടറേറ്റിന്റെ മതിൽ ചാടിക്കടക്കാൻ ശ്രമിക്കുകയും ബാരിക്കേഡ് തള്ളി നീക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് പ്രദേശത്ത് സംഘർഷാവസ്ഥ ഉണ്ടായി. BJPയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ബിജു ഇളങ്കുഴി ഉൾപ്പെടെയുള്ളവർക്ക് ആദ്യത്തെ ലാത്തി ചാർജിൽ പരിക്കേറ്റു. പിന്നീട് ആൾക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് ഈ പരിക്കേറ്റ BJP പ്രവർത്തകരെ അല്ലെങ്കിൽ BJP പ്രവർത്തകരെ മർദ്ദിച്ചവർക്കെതിരെ നടപടി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കാൾ ടാക്സിൽ BJP പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. യുവമോർച്ച ഇരിക്കൂർ മണ്ഡലം പ്രസിഡന്റ് വിജീഷ് വിജയൻ, അതുപോലെ തന്നെ അഴീക്കോട് മണ്ഡലം പ്രസിഡന്റ് C രതീഷ് തുടങ്ങിയവർക്കും ഈ മാർച്ച് സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാകട്ടെ അവരെ പ്രതീകാത്മകമായി ഫയലുകൾ കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് നടത്തിയത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുദീപ് ജെയിംസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം കണ്ണൂർ ജില്ലാ കലക്ടറേറ്റ് മുന്നിൽ ഇപ്പോഴും തുടരുകയാണ്. ശരി, നന്ദി മനു വിവരങ്ങൾക്ക്. തിരുവനന്തപുരത്തും മറ്റ് ജില്ലകളിലുമെല്ലാം സംസ്ഥാനമൊന്നാകെ പ്രതിഷേധം നടക്കുകയാണ്. തലസ്ഥാനത്താണ് കൂടുതൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. BJP ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഇപ്പോഴും പ്രതിഷേധിക്കുന്നു. നിരവധി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തേക്കുന്ന കൊച്ചിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയിൽ ഇപ്പോൾ പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമായുള്ള ഉന്തും തള്ളും ഉണ്ടായിരുന്നു. പോലീസുമായി ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. പ്രതിഷേധം കൊച്ചിയിൽ ഏതാണ്ട് പൂർത്തിയായി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ തിരുവനന്തപുരത്ത് ഇപ്പോഴും പ്രതിഷേധ മാർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് BJPയുടെ.
തലസ്ഥാനമെങ്ങും പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസിന് കണ്ണീർ വാതകവും ജലപീരങ്കിയും പ്രയോഗിക്കേണ്ട സ്ഥിതിയിലേക്ക് പ്രതിഷേധങ്ങൾ വളരുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. സെക്രട്ടേറിയറ്റിലെ തീപിടുത്തം ആസൂത്രിതമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഫയലുകൾ നശിപ്പിച്ചത് സ്വപ്ന സുരേഷിനെയും എം ശിവശങ്കറിനെയും മുഖ്യമന്ത്രിയെയും രക്ഷിക്കാനാണ്. ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്ത അല്ല, അവിശ്വാസ് മേത്തയായി മാറിയെന്നും ചെന്നിത്തല. ഇവിടെ ഈ ഫയലുകൾ മുഴുവൻ നശിപ്പിച്ചത് സ്വപ്ന സുരേഷിനെ രക്ഷിക്കാനാണ്, ശിവശങ്കറെ രക്ഷിക്കാനാണ്, മുഖ്യമന്ത്രിയെ രക്ഷിക്കാനാണ്. ഈ ഫയലുകൾ മുഴുവൻ നശിപ്പിക്കുകയും ആ ഫയലുകൾ നശിപ്പിച്ചത് ബോധപൂർവമല്ല എന്ന് വരുത്തി തീർക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ചീഫ് സെക്രട്ടറിയുടെ പേര് വിശ്വാസ് മേത്ത എന്നാണ്. ഇപ്പൊ അവിശ്വാസ് മേത്ത എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തെ ജനങ്ങൾ അറിയപ്പെടുന്നത്. സെക്രട്ടേറിയറ്റിൽ തീപിടുത്തമുണ്ടാകാൻ നേരത്തെ തന്നെ നീക്കം ആരംഭിച്ചിരുന്നുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. തീപിടുത്ത സാധ്യത എന്ന് പൊതുഭരണ വകുപ്പ് നേരത്തെ തന്നെ ഉത്തരവിറക്കി. പ്രോട്ടോകോൾ ഓഫീസിലെ ഉദ്യോഗസ്ഥന് കോവിഡ് സ്ഥിരീകരിച്ചതിൽ ദുരൂഹതയുണ്ട്. NIAക്ക് കൈമാറേണ്ട ഫയലുകളാണ് നശിപ്പിക്കപ്പെട്ടതെന്നും സുരേന്ദ്രൻ. ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് സർക്കാരിന്റെ ഭാഷ്യം. അതായത് സെക്രട്ടേറിയറ്റിൽ മിനിഞ്ഞാന്നൊരു ആന്റിജൻ പരിശോധന നടന്നു. കോവിഡ് പരിശോധനയാണ് ഉദ്യോഗസ്ഥന്മാർക്ക്. ആന്റിജൻ പരിശോധനയിൽ പ്രോട്ടോകോൾ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ചില ആളുകൾക്ക് കോവിഡ് പോസിറ്റീവായി. അപ്പോൾ ഈ പ്രോട്ടോകോൾ ഓഫീസ് അടയ്ക്കണം, അവിടെ തീപിടുത്തം ഉണ്ടാവണം എന്നുള്ളത് സർക്കാർ നേരത്തെ ആസൂത്രണം ചെയ്തതാണ്. ഗൗരവമേറിയിട്ടുള്ള ആസൂത്രണമാണ് നടന്നിട്ടുള്ളത്. ഈ പ്രോട്ടോകോൾ ഓഫീസിൽ ഉള്ള ഫയലുകളെ സംബന്ധിച്ച് ഇപ്പോൾ അവർ പറയുന്നു ഞങ്ങൾക്കൊന്നും കത്തിയിട്ടില്ല. ഒന്നും കത്തിയിട്ടില്ല. കത്തിയത് ഇന്ന ഫയലാണ്. അതെങ്ങനെ പറയാൻ സാധിക്കുന്നത്? മറ്റു വാർത്തകളിലേക്ക്. പമ്പ മണൽക്കടത്ത് അന്വേഷിക്കാൻ തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവിട്ടു. രമേശ് ചെന്നിത്തലയുടെ ഹർജി പരിഗണിച്ചാണ് നടപടി. TG സജിത്ത് ചേരുന്നു. സജിത്ത് വിശദാംശം. തന്നെ പ്രധാനപ്പെട്ട തീരുമാനമാണ് കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ പമ്പ മണൽ കടത്ത് കേസിൽ അതിൽ വലിയ ഗൂഢാലോചന നടന്നു, മണൽ പുറത്തേക്ക് കടത്തിയത് ചട്ടവിരുദ്ധമായി തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവ് നേരത്തെ വിജിലൻസിന് കത്ത് നൽകിയിരുന്നു, അന്വേഷണം ആവശ്യപ്പെട്ടു. പക്ഷേ ഈ വിജിലൻസ് അന്വേഷണ ആവശ്യം, പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം സർക്കാർ തള്ളുകയാണ് ചെയ്തത്. ഇതിനുശേഷമാണ് വിജിലൻസ് കോടതിയെ നേരിട്ട് സമീപിച്ചത്. 2 ദിവസം വാദം കേട്ടതിന് ശേഷമാണ് ഇന്ന് വിജിലൻസ് കോടതി ഇത് സംബന്ധിച്ച് കേസെടുക്കാൻ വിജിലൻസ് ഡയറക്ടറോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തിരുവനന്തപുരം വിജിലൻസ് കോടതി പ്രത്യേക ജഡ്ജിയാണ് ഈ കേസ് പരിഗണിച്ചിരിക്കുന്നത്. സർക്കാരിനെ സംബന്ധിച്ച് ഏറെ വിവാദമുണ്ടായ പ്രതിപക്ഷ നേതാവാണ് ഈ പമ്പ ത്രിവേണിയിലെ മണൽ ശേഖരം കടത്തിക്കൊണ്ടുപോവാൻ സർക്കാർ നീക്കം നടത്തുന്നു എന്ന ആരോപണം ഉന്നയിച്ചത്. എന്നാൽ ഈ ആരോപണം സർക്കാർ നിഷേധിക്കുകയാണ് ഉണ്ടായത്. ജില്ലാ കളക്ടർ, പത്തനംതിട്ട ജില്ലാ കളക്ടർ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് മണൽ കടത്താൻ നീക്കം നടത്തി എന്നതായിരുന്നു ആരോപണം. ഈ കേസിലാണ് ഇപ്പോൾ അന്വേഷണം വരുന്നത്. ശരി, നന്ദി സജിത വിവരങ്ങൾക്ക്. കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗവുമായി ഇനി സഹകരിക്കരുതെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ പൊതുവികാരം. മുന്നറിയിപ്പ് ധിക്കാരത്തോടെ തള്ളിയ ജോസ് കെ മാണി മുന്നണിയെ അപമാനിച്ചു. സർക്കാരിനെതിരായ അവിശ്വാസ പ്രമേയത്തിൽ പങ്കെടുക്കാതെ അനൈക്യം ചർച്ചയാക്കാൻ അവസരമൊരുക്കുകയാണ് ജോസ് കെ മാണി പക്ഷം ചെയ്തത്. ഇത് ക്ഷമിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ വഞ്ചനയാണ്. അതുകൊണ്ട് മൃദു സമീപനം ഇനി ഉപേക്ഷിക്കാം. വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അവരുമായി ബാന്ധവം വേണ്ട. ഇക്കാര്യത്തിൽ ഉടൻ തീരുമാനം വേണമെന്ന പൊതുവികാരമാണ് യോഗത്തിൽ ഉയർന്നത്. 3-ാം തീയതി ചേരുന്ന UDF യോഗത്തിൽ ഉചിതമായ തീരുമാനം പ്രഖ്യാപിക്കണമെന്നും ബെന്നി ബെഹനാൻ, KC ജോസഫ്, K മുരളീധരൻ തുടങ്ങിയ നേതാക്കൾ ആവശ്യപ്പെട്ടു. രാഷ്ട്രീയമായ ധാർമ്മികത UDFന്റെ തീരുമാനത്തിനോടൊപ്പം നിൽക്കുക എന്നതാണ്. ആ തീരുമാനത്തോടൊപ്പം നിൽക്കാൻ വിസമ്മതിച്ച ജോസ് കെ മാണി UDFൽ വേണമോ വേണ്ടയോ എന്നതിനെക്കുറിച്ച് 3-ാം തീയതി കൂടുന്ന UDF യോഗം തീരുമാനിക്കും. ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ്, ഒരു മുന്നണി മര്യാദകേടാണ് ശ്രീ ജോസ് കെ മാണി കാണിച്ചത്. അതിൽ ഒരു വിട്ടുവീഴ്ചയും UDFന് ഉണ്ടാകില്ല, ഒരു സംശയം. ദേശീയ തലത്തിൽ കോൺഗ്രസിൽ അടിമുടി മാറ്റം ആവശ്യപ്പെട്ട് PJ കുര്യനും ശശി തരൂരും ഉൾപ്പെടെ ഒപ്പിട്ട കത്തും ചർച്ചയായി. സീനിയർ നേതാക്കളുടെ നടപടി ശരിയായില്ലെന്നും പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടിക്ക് ക്ഷീണമായെന്നും നേതാക്കൾ വിമർശിച്ചു. സോണിയാഗാന്ധിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് യോഗം പ്രമേയം പാസാക്കി. തൃശൂരും കോഴിക്കോട്ടും സ്ഥിരം DCC പ്രസിഡന്റിനെ തീരുമാനിക്കാത്തതിൽ നേതാക്കൾ അഭിപ്രായ ഭിന്നത അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിട്ടും തീരുമാനം വൈകുന്നത് തിരിച്ചടിയാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ ജില്ലാതലത്തിൽ സബ് കമ്മിറ്റികളെ നിശ്ചയിക്കാനും യോഗം തീരുമാനിച്ചു. അവിശ്വാസ പ്രമേയത്തിലൂടെ സർക്കാരിന്റെ വീഴ്ചകൾ പൊതുസമൂഹത്തിൽ വീണ്ടും ചർച്ചയാക്കാൻ കഴിഞ്ഞു.
സെക്രട്ടേറിയറ്റിലെ ഫയൽ കത്തിയ സംഭവത്തിലെ ദുരൂഹത കാട്ടും. സർക്കാരിനെതിരായ സമരം ശക്തമാക്കാനും രാഷ്ട്രീയകാര്യ സമിതി തീരുമാനിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. കയ്യേറ്റ മാഫിയയ്ക്ക് കൂച്ചുവിലങ്ങിടാൻ കർശന നടപടിയുമായി ജില്ലാ ഭരണകൂടം. ഇടുക്കി ചിന്നക്കനാൽ മേഖലയിലെ സർക്കാർ ഭൂമി കയ്യേറ്റത്തിനെതിരെ കർശന നടപടിയുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു. കയ്യേറ്റത്തെ സംബന്ധിച്ച് പഠിക്കുന്നതിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നും കലക്ടർ പറഞ്ഞു. കയ്യേറ്റങ്ങൾക്കെതിരെ കർശന നടപടിയുമായി റവന്യൂ വകുപ്പ് രംഗത്തെത്തിയിരുന്നു. എന്നാൽ അനധികൃത നിർമ്മാണം പൊളിച്ചു നീക്കിയതിനെ തുടർന്ന് ഒരു വിഭാഗം പഞ്ചായത്ത് ഓഫീസിൽ കയറി ആക്രമണം നടത്തുകയും സെക്രട്ടറി അടക്കമുള്ളവരെ പരിക്കേൽപ്പിക്കുകയും ചെയ്തു. റവന്യൂ ഉദ്യോഗസ്ഥർക്കെതിരെയും ഭീഷണിയും മുഴക്കി. ഇതേ തുടർന്നാണ് കയ്യേറ്റ മാഫിയയ്ക്കെതിരെ കർശന നടപടിയുമായി ജില്ലാ ഭരണകൂടം രംഗത്തെത്തിയത്. സർക്കാർ ഭൂമി കയ്യേറ്റം അനുവദിക്കില്ലെന്നും കർശന നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ജില്ലാ കളക്ടർ എച്ച് ദിനേശൻ ന്യൂസ് 18നോട് പറഞ്ഞു. ചിന്നക്കനാൽ വില്ലയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ വേണ്ടി നമ്മൾ നല്ല നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറച്ച് ഗവൺമെൻറ് ഭൂമി നമ്മൾ അതുപോലെ ഏറ്റെടുക്കുകയും ചെയ്തു. ഇനിയും ഒരുപാട് കേസുകൾ ചിന്നക്കനാൽ ഭാഗത്ത് ഉണ്ട്. അത് സംബന്ധിച്ച് നല്ലൊരു ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഗവൺമെൻറ് ലാൻഡ്, ഗവൺമെൻറ് ഭൂമി ആരെയും കൈവശപ്പെടുത്താൻ അനുവദിക്കില്ല. അങ്ങനെയുള്ള അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായ നടപടി തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകും, ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാകും. റവന്യൂ ഭൂമി കണ്ടെത്തി സംരക്ഷിക്കുന്നതിനായി പ്രത്യേക സംഘവും പ്രവർത്തിക്കുന്നുണ്ട്. മേഖലയിലെ ആയിരക്കണക്കിന് വരുന്ന സർക്കാർ ഭൂമി പൂർണ്ണമായും സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള നടപടിയുമായാണ് ജില്ലാ ഭരണകൂടം മുമ്പോട്ടു പോകുന്നത്. ന്യൂസ് 18 ഇടുക്കി. അവധിക്കാലത്തിന്റെയും വിവാഹം ഉൾപ്പെടെയുള്ള ആഘോഷങ്ങളുടെയും കാലമായിരുന്നു കഴിഞ്ഞ വർഷം വരെ ചിങ്ങമാസം. ടൂറിസ്റ്റ് ബസ്സുകൾക്ക് തിരക്ക് പിടിച്ച സമയവും. എന്നാൽ ഈ മഹാമാരിക്കാലത്ത് ഓട്ടം മുടങ്ങി. മറ്റ് തൊഴിലുകളെടുത്ത് ജീവിത വഴി തേടുകയാണ് ബസ് ഉടമകളും തൊഴിലാളികളും. ഇത് കോഴിക്കോട് പന്തീരങ്കാവ് സ്വദേശി ശ്രീകാന്ത് സർഗം. ടൂറിസ്റ്റ് ബസിൻ്റെ ഉടമയും ഡ്രൈവറുമെല്ലാം ശ്രീകാന്തായിരുന്നു. ലോക്ക്ഡൌണിൽ ജീവിത വരുമാനം നിലച്ചപ്പോൾ പശുവിനെ വളർത്തുന്നു. എനിക്ക് സ്വന്തമായിട്ട് ടൂറിസ്റ്റ് ബസ്സാണുള്ളത്. ഞാൻ ബസ്സിൽ ഡ്രൈവറും കൂടിയാണ്. കൊറോണ വന്ന് ലോക്ക്ഡൗൺ തുടങ്ങിയതിന് ശേഷം യാതൊരു വിധത്തിലും ഒരു ഓട്ടം പോകാതെ വരെ പറ്റിയിട്ടില്ല. അപ്പം കുറച്ച് ദിവസമൊക്കെ അങ്ങനെ നോക്കി കയ്യിലുള്ള ചില്ലറ പൈസയൊക്കെ എടുത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നോക്കി. പക്ഷേ അതിനോട് മുന്നോട്ട് പോരാന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായി. കാരണം എന്താ വെച്ചാൽ നമ്മുടെ അടുത്തുള്ള ബസ്സിന് ലോണുള്ളതാണ്. അപ്പോൾ ലോണുള്ളതിനെ കൊണ്ട് തൽക്കാലം മൊറട്ടോറിയം തന്നു 3 മാസം. അപ്പോൾ ഈ മൊറട്ടോറിയം മാത്രം കിട്ടിയിട്ടുമ്പോൾ കാര്യമില്ല. അപ്പോൾ വീട്ടിലെ പ്രശ്നങ്ങളോ ജീവിത പ്രശ്നങ്ങളോ തീർന്നിട്ടുണ്ടായി. അപ്പം നമുക്ക് പിന്നെ വേറെ എന്തെങ്കിലും ഒരു വരുമാനം വേണ്ടേ. അപ്പോൾ തൽക്കാലം ഒരു പശു ഉണ്ടായിരുന്നു. ആ പശുവിന് കാര്യങ്ങളായിട്ട് അങ്ങനെ കറവയൊക്കെ എടുത്തിട്ട് അങ്ങനെ ജീവിച്ചു പോവാണ്. ഇപ്പോൾ പാലൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ജീവിച്ചു പോവാണ്. രണ്ട് ബസ്സുകൾ ഉള്ള ചാലപ്പുറ സ്വദേശി അൻവറിന്റെ സ്ഥിതിയും മറിച്ചല്ല. 3 പെൺകുട്ടികളും ഭാര്യയും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക വരുമാനം ഈ ബസ്സുകളായിരുന്നു. 4-5 മാസമായിട്ട് ഈ വണ്ടി വരും. ഒരാഴ്ച 2 ആഴ്ച കൂടുമ്പം വരും, വണ്ടി കഴുകും, പോവും. ഇനി ഇത് എപ്പോഴാണ് വണ്ടി ഓടാ പിടിക്കാന്നൊന്നും പറയാൻ പറ്റില്ല. വണ്ടിൻ്റെ ഉള്ളിലെ അവസ്ഥ നോക്കി നിങ്ങൾ, മൊത്തം സീറ്റും എല്ലാം പൂപ്പൽ പിടിച്ചെടുക്കുക. ഇനി ഇത് സ്റ്റാർട്ടാവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. എയർബസ് അത്. ഇതിന്റെ ബാക്ക് സൈഡിൽ നോക്കി നിങ്ങൾ, ഇത് നിർത്തിയിട്ടിട്ട് താന്ന് കിടക്കുക. ഇനിയിപ്പോൾ നമ്മളിതൊക്കെ കഴിഞ്ഞൊന്ന് ഓടാൻ നോക്കുമ്പോൾ ഇതിന്റെ എയർ സസ്പെൻഷൻ ഫുള്ള് നമ്മൾ മാറ്റേണ്ടി വരും. അതിന് 1-1.5 ലക്ഷം റുപ്യ അതിന് വില വരും. ഇതാണിപ്പോൾ നമ്മളെ അവസ്ഥ. എന്ത് പറയാൻ, ആത്മഹത്യന്റെ വക്കിലെത്തിക്കുന്നു. ഓണം ഉൾപ്പെടെ കഴിഞ്ഞ നാളുകളിലെ തിരക്കുള്ള എല്ലാ ആഘോഷവും ഇവർക്ക് നഷ്ടമായി. ഈ ചിങ്ങമാസം നല്ല കല്യാണ ഓർഡർ കിട്ടുന്ന ടൈമാണ് നമുക്ക്, മനസ്സിലായില്ല. അതേമാതിരി ഈ ഓണത്തിന് ഈ അമ്പല തീർത്ഥയാത്ര ഉണ്ടാവും, പിന്നെ തീർത്ഥാടന യാത്ര ഉണ്ടാവും, ടൂർ ഉണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും. ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഒന്നുമില്ല, കല്യാണമില്ല. ചിങ്ങമാസത്തിലെ കല്യാണമില്ല, ഓണത്തിൻ്റെ ട്രിപ്പില്ല, പെരുന്നാളിൻ്റെ ട്രിപ്പില്ല, ഒരു ട്രിപ്പും ഇല്ല. ഓണൊക്കെ ഇനിയിപ്പോൾ അടുത്ത ഓണം കിട്ടിയാൽ നമുക്ക് വലിയ ഭാഗ്യമാണ്. ഇതൊക്കെയാണ് ടൂറിസ്റ്റ് ബസ് ഉടമകളുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഈ ഓണക്കാലത്ത് നിത്യച്ചെലവിന് വരുമാനം കണ്ടെത്തുവാനുള്ള ബുദ്ധിമുട്ടിലാണിവർ. ക്യാമറമാൻ സ്വരൂപ് നിവേദിക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 കോഴിക്കോട്.
ഓണനാളുകളിൽ ഗുരുവായൂരപ്പന് സമർപ്പിക്കാനുള്ള ചെങ്ങാലിക്കോടൻ നേന്ത്ര വാഴക്കുല തൃശൂർ വിപണിയിലെത്തി. എന്നാൽ കോവിഡ് മഹാമാരിയെ തുടർന്ന് വാഴക്കുല വാങ്ങാൻ ആളില്ല. വറുതിയുടെ കർക്കിടകം പിന്നിട്ടെത്തുന്ന പൊന്നിൻ ചിങ്ങം. കാർഷിക സമൃദ്ധിയുടെയും വിളവെടുപ്പിന്റെയും ആഘോഷം കൂടിയായ ഓണനാളുകളിൽ സ്വർണ്ണ നിറമാർന്ന ചെങ്ങാലിക്കോടൻ വാഴക്കുല തൃശൂർക്കാർക്ക് ഒഴിച്ചുകൂടാനാവില്ല. പൊന്നോണ നാളിൽ ഈ കാഴ്ചക്കുലയാണ് ഉണ്ണിക്കണ്ണന് കാഴ്ചവെക്കുന്നത്. സ്വാദിലും നിറത്തിലും മുന്നിട്ട് നിൽക്കും ചെങ്ങാലിക്കോടൻ പഴങ്ങൾ. പതിവായി ചെങ്ങാലിക്കോടൻ വാഴ കൃഷി ചെയ്യുന്ന പരമേശ്വരേട്ടന് ഇത്തവണ കനത്ത നഷ്ടമാണ്. കഴിഞ്ഞ വർഷം ഒരു കുലയ്ക്ക് 2500 രൂപയുണ്ടായിരുന്നുവെങ്കിൽ ഇത്തവണ 800 രൂപ തികച്ചില്ലെന്ന് മികച്ച കർഷകനുള്ള സംസ്ഥാന അവാർഡ് വാങ്ങിയ ഈ കർഷകൻ പറയുന്നു. കൊറോണയാണ് കാരണം. ഇപ്പോൾ വില കിട്ടുന്നില്ല. ഇപ്പോൾ ഒരു 750 രൂപ 700 രൂപ തൊട്ടിട്ട് 800 രൂപ വരെ എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാം? കിട്ടിയത് മേടിക്കുക, അല്ലാണ്ട് വേറെ വഴിയൊന്നും കാണാനില്ല. ചെങ്ങഴിക്കോട് നാട്ടിൽ സുലഭമായി കൃഷി ചെയ്യുന്നതാണ് ചെങ്ങാലിക്കോടൻ വാഴക്കുല. 8 മാസത്തെ കഠിനാധ്വാനത്തിന് ശേഷമാണ് കാഴ്ചക്കുലകൾ തയ്യാറാവുന്നത്. ഓണവിപണി ലക്ഷ്യമിട്ടുണ്ടാക്കിയ കാഴ്ചക്കുലകൾക്ക് മുടക്കുമുതലെങ്കിലും കിട്ടണേ എന്ന പ്രാർത്ഥനയിലാണ് കർഷകർ. ന്യൂസ് 18 തൃശൂർ. കോവിഡ് കാലത്ത് പൊതുയോഗങ്ങളും സമ്മേളനങ്ങളും ഇല്ലാതായതോടെ പ്രതിസന്ധിയിലായ വിഭാഗമാണ് ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖല. കഴിഞ്ഞ 5 മാസത്തോളമായി പരിപാടികളൊന്നുമില്ലാത്തതിനാൽ ഇത്തവണത്തെ ഓണം ഇവർക്കും പട്ടിണിക്കാലമാണ്. ലോക്ക്ഡൌണിനെ തുടർന്ന് മാർച്ച് 24-ന് സ്ഥാപനം അടച്ചിട്ടതാണ് പാലക്കാട് ഷഫ ലൈറ്റ് ആൻഡ് സൗണ്ട് ഉടമ ഗഫൂർ. മാസങ്ങൾ കഴിഞ്ഞിട്ടും തുറക്കാൻ കഴിയാതെ വന്നതോടെ വാടക മുറി ഒഴിഞ്ഞു. മൈക്ക് സെറ്റും സ്പീക്കറും അനുബന്ധ സാധനങ്ങളുമെല്ലാം വീട്ടിലേക്ക് മാറ്റി. ഗഫൂർ മാത്രമല്ല, ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ അവസ്ഥയാണിത്. ലക്ഷങ്ങൾ വായ്പയെടുത്താണ് പലരും സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. കോവിഡ് കാലത്ത് പൊതുയോഗങ്ങളും സമ്മേളനങ്ങളും ഇല്ലാതായതോടെ കടുത്ത പ്രതിസന്ധിയിലായി. ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലേനെ ആർക്കും ആവശ്യമില്ല. പക്ഷേ പരിപാടി തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു 1000 വട്ടം വിളിക്കും. പരിപാടി കഴിഞ്ഞാൽ ഞങ്ങളെ വിളിച്ചാൽ കിട്ടില്ല. ലോക്ക്ഡൌൺ ഇളവുകൾ ഉണ്ടെങ്കിലും പൊതുയോഗങ്ങൾക്കും സമ്മേളനങ്ങൾക്കുമെല്ലാം അനുമതി ലഭിക്കാൻ ഇനിയും കാത്തിരിക്കണം. ഇത്തവണ ഓണാഘോഷ പരിപാടികൾക്കും നിയന്ത്രണമുള്ളതിനാൽ ഈ ഓണക്കാലം പ്രതിസന്ധിയുടേതാണെന്ന് ഇവർ പറയുന്നു. ന്യൂസ് 18 പാലക്കാട്. ലോക്കറിലെ സ്വർണത്തിന്റെ ഉറവിടം സ്വപ്ന തന്നോട് വെളിപ്പെടുത്തിയിട്ടില്ലെന്ന് ചാർട്ടേഡ് അക്കൗണ്ടന്റ് വേണുഗോപാലിന്റെ മൊഴി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റാണ് കോടതിയെ ഇക്കാര്യം അറിയിച്ചത്. എൻ ശ്രീനാഥ് ചേരുന്നു. ശ്രീനാഥ്, എന്താണ് മൊഴി? സ്വപ്ന, സരിത, സന്ദീപ് എന്നിവരുടെ റിമാൻഡ് കാലാവധി എക്സ്റ്റെൻഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലാണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ ED നടത്തിയിരിക്കുന്നത്. ലോക്കറിലെ സ്വർണത്തിന്റെയും രൂപയുടെയും ഉറവിടം സ്വപ്ന തന്നോട് വെളിപ്പെടുത്തിയിട്ടില്ലെന്ന് ചാർട്ടേഡ് അക്കൗണ്ടന്റ് വേണുഗോപാൽ EDക്ക് മൊഴി നൽകിയതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഈ സ്വപ്നയുടെയും ഈ ചാർട്ടേഡ് അക്കൗണ്ടിന്റെയും പേരിൽ 1 കോടി രൂപയും 1 കിലോ സ്വർണവും ലോക്കറിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. പക്ഷേ ഇതിന്റെ ഉറവിടം തനിക്ക് അറിയില്ല എന്നാണ് ഇപ്പോൾ വേണുഗോപാൽ ED വെളിപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഈ പണത്തിന്റെ ഉത്തരവാദിത്വം ഈ ചാർട്ടേഡ് അക്കൗണ്ടിന് കൂടിയുണ്ട് എന്ന് ED ഈ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുമുണ്ട്. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഇനി നടക്കും എന്നും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ശരി, നന്ദി ശ്രീനാഥ് വിവരങ്ങൾക്ക്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം അടുത്ത ബുള്ളറ്റിനിൽ രഞ്ജിനി ചേരും. നമസ്കാരം.